ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ചാപ്റ്റർ 3 കുറച്ച് ഷോർട്ട് എസ്സേസും ഒക്കെ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അതിലാദ്യത്തേത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പോയിൻ്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. ഇത് എസ്സേ ആയിട്ടല്ല, ഷോർട്ട് എസ്സേ ആയിട്ടാണ് വരാറ്. അപ്പോൾ ഒരു 3-4 പോയിൻറ്റുകൾ ഇതിൽ നിന്ന് എഴുതുക, രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ആദ്യം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 543 മണ്ഡലങ്ങളുണ്ടെന്ന് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ ഏത് നിയോജക മണ്ഡലത്തിലാണോ പെടുന്നത് ആ പ്രതിനിധിക്ക്, ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഇത്രയും പോയിന്റ് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം എന്താ ചെയ്തേക്കണേ, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. നമ്മളെപ്പോലുള്ള സമ്മതിദായകർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഭൂമിശാസ്ത്രമായി ഒരു വലിയ പ്രദേശത്തെ തന്നെയാണ് നിയോജക മണ്ഡലമായി കണക്കാക്കുന്നത്. അതായത് ഒരു രാജ്യത്തെ തന്നെയാണ് നിയോജക മണ്ഡലമായി കണക്കാക്കുന്നത്. 3 അതിലധികമോ പ്രതിനിധികളെ ആ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. ആ സമ്മതിദായകർ ആ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭൂമിശാസ്ത്രപരമായി ഒരു രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെ തന്നെയാണ് നിയോജക മണ്ഡലമായി കണക്കാക്കുന്നത്. 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ ആ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചു? അതും ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരാവുന്നതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചു? ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. ഇന്ത്യയെപ്പോലുള്ള വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് അനുയോജ്യം. ഇന്ത്യയെപ്പോലുള്ള വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് അനുയോജ്യം. ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാകും. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ ഏത് മണ്ഡലത്തിലാണോ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാകും. ഉറച്ച ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിന് ഇത് സഹായകമാണ്. വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ ആണ്. 8 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെയോ ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട എസ്സേ ആണ്. മറക്കാതെ പഠിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തമായ തിരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിലെ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും നടത്തുകയും ചെയ്യുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യമായ മാറ്റം വരുത്തി അവ പുതുക്കുന്നു. ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യമായ മാറ്റം വരുത്തി വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നു. കാരണം കുറേ പേരൊക്കെ മരിച്ചുപോയവരുണ്ടാവും. അപ്പോൾ അത് പുതുക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ തുടങ്ങിയവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും
അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണറോടും അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്നു. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് അധികാരമുണ്ട്. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് അധികാരമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ഇപ്പോൾ 16 ലോകസഭ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ ആയിരുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഞാൻ 1 വേർഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ ആയിരുന്നു. നെക്സ്റ്റ്, തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഏതൊക്കെ? 1. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയായിരുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലേക്ക് മാറണം. 2. പാർലമെൻറ്റിലും അസംബ്ലിയിലും ചുരുങ്ങിയത് 1/3 സീറ്റെങ്കിലും സ്ത്രീകൾക്ക് വേണം. അപ്പം സ്ത്രീ സംവരണം വേണം. 1/3 സീറ്റെങ്കിലും സ്ത്രീകൾക്ക് വേണം. തിരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ വഹിക്കണം. തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ വഹിക്കണം. കുറ്റവാളികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കണം. കുറ്റവാളികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കണം. തെരഞ്ഞെടുപ്പിൽ ജാതിയുടെയും മതത്തിൻ്റെയും സ്വാധീനം ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിൽ ജാതിയുടെയും മതത്തിൻ്റെയും സ്വാധീനം ഒഴിവാക്കണം. രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കുമുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമായി പാലിക്കപ്പെടണം. രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കുമുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമായി പാലിക്കപ്പെടണം. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കണം. നമുക്കിപ്പോൾ അത് നടപ്പിലാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കണം. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. കള്ളവോട്ടും വ്യാജവോട്ടും തടയുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. ഇത്രയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ.